ചിലപ്പോൾ വിചാരിക്കും ഞാൻ അങ്ങോട്ട് കെട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് ഡ്രിങ്കൊക്കെ കഴിക്കാൻ ഒരു പൊതി തോന്നി. അപ്പോഴാണ് ഞാൻ മുമ്പ് എവിടെയോ കണ്ടുവച്ചൊരു വീഡിയോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നമുക്ക് ഡ്രീം കേക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ, പരീക്ഷ നോക്കാലോ. വിജയിച്ചാൽ പോരെ. കമ ഹലോ, അപ്പം നമുക്കിന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കിയാലോ. നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തരാമെന്ന്. അത് ഈ ഒരു കേക്ക് ഉണ്ടാക്കാൻ വാ. ഇത്രയും സാധനം കൊണ്ടാണ് നമ്മളിന്ന് ഡ്രീം കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതെടുക്കണേക്കാൾ മുമ്പ് നമുക്ക് ഈ 2 മിഠായികളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് പാത്രം എടുത്തിട്ടുണ്ട്. നമുക്കിനി മെൽറ്റാക്കി നോക്കാം. ഒന്ന് ഇങ്ങനെയൊക്കെ ഇടാം. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് കിട്ടുമെന്നാണ് എൻ്റെ വിചാരം. നമ്മുടെ എന്തെങ്കിലും മിൽക്ക് പറപ്പിക്കും. നമുക്ക് ഭയങ്കര ലോയിൽ വെച്ചിട്ട് ചെയ്ത് നോക്കാം. നോക്കണം കേട്ടോ. ഇപ്പം കറക്റ്റായിട്ടാ. നമ്മൾ നേരെയാക്കി ചട്ടിയിൽ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. ഇതൊന്ന് ഉരുക്കി വരട്ടെ. നമ്മൾ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളപ്പോൾ ചെയ്യുമ്പോൾ ചട്ടിയിൽ ചെയ്തോളൂ കേട്ടോ. മറ്റേൽ ചെയ്യല്ലേ. മറ്റേൽ ചെയ്യണേയും വെയിലത്ത് വെച്ച് ചെയ്തോ, അപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ഞാനത് വെയിലത്ത് വെച്ച് ചെയ്യാണ്ട് ഞാൻ ഭയങ്കര ചൂട്ടത്ത് വെച്ചിട്ടല്ലേ ചെയ്താൽ ഉണ്ടാവും തോന്നുന്നു. ഇനി നമുക്ക് നമ്മുടെ ഈ ഓറിയോ മിക്സിയിൽ വെച്ചിട്ട് അടിക്കണം. ഇതിൽ നിറഞ്ഞു, അതുകൊണ്ട് ചിലപ്പോൾ മിക്സിയിൽ അടിക്കുമ്പോൾ പണി പാളുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നമ്മളിതൊന്ന് ഒന്നും കൂടി പൊട്ടിച്ചിടുന്നുണ്ട്. ഞാൻ അവിടെ എടുത്തേക്കണ ചോക്ലേറ്റിൻ്റെ ആട്ടോ. ഓറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, 10-ൻ്റെ. 1/2 സ്പൂൺ പാലാണ് നമുക്ക് ആവശ്യമുള്ളത്. സ്പൂൺ എന്നാണ് പറഞ്ഞത്. നമുക്ക് 2 സ്പൂൺ ഒഴിക്കാം. 3 സ്പൂൺ ഒഴിക്കാം. ഇതൊക്കെ മതി, ധാരാളം. 1/2 സ്പൂൺ എന്നാണ് ഞാൻ എവിടെയൊക്കെ ഇട്ടിട്ടുള്ളത്. നമുക്ക് 3 സ്പൂൺ ഒഴിക്കാം. നമുക്കിതൊന്ന് അടിച്ചാലോ. ടീസ്പൂണോട് വെച്ചിട്ട് ഇവിടെയല്ല അടിക്കേണ്ടത്, അവിടെയാണ് അടിക്കേണ്ടത്. വെച്ച് കൊടുക്കാം. സ്പൂൺ എടുത്തിട്ട് വരാം. നമ്മുടെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് വെക്കാം. ഇതേക്ക് ഭയങ്കര ടൈറ്റ്. അപ്പം നമുക്ക് കുറച്ചും കൂടി ഒന്ന് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. കാരണം ഭയങ്കര കുറച്ച് കട്ടിയിലിരിക്കണ സാധനം. അപ്പോൾ ആ കട്ടിയിലിരിക്കുമ്പോൾ കറക്റ്റ് ഇത് കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മുടെ പാല് കുറച്ചും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സംഭവം വേറെ സ്പൂണും കൂടി എടുക്കുന്നുണ്ട്. അത് ഇതിൽക്കൊന്ന് വറ്റിച്ച് കൊടുക്കാനാണ്. ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇതിൻ്റെ ഒരു റൗണ്ട് ഷേപ്പിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഈ സംഭവം ഇതതിൽ കൊണ്ടാകും മതി. എന്ത് പീസ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചൂടാക്കുമ്പോൾ ഒരിക്കലും സ്റ്റീൽ പാത്രത്തിൽ കൊണ്ടുപോയി ചെയ്യരുത്. എൻ്റെ കഴിഞ്ഞ പോലെ നിങ്ങളുടെയും കരിയും. ഓക്കെ, ചുറ്റുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മറ്റേ ഞങ്ങളെടുത്തേക്കുന്ന ഇഡ്ഡലി ചെമ്പാട്ടോ. ഇതൊന്ന് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി ഇഡ്ഡലി ചെമ്പ് എടുത്തേക്കണം. ഇതിൻ്റെ വലിപ്പത്തിൽ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് അതിൽ നമ്മൾ വെള്ളം നിറക്കണം. എനിക്ക് നമ്മൾ ഈ സംഭവം തന്നെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് മൂടാൻ ഒരു പാത്രം വേണം. ഇതിനെടുത്തിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇതിൻ്റെ മൂടി എടുത്തിട്ട് ഇതിങ്ങനെ അടച്ചു വെക്കണം.
ഇനി നമുക്ക് അരമണിക്കൂർ ആവാൻ വെക്കാം. ചെരിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം തീർന്നേ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെക്കുന്നത് കേട്ടോ, വേറെ ഒന്നും തോന്നല്ലേ. ഇനി അരമണിക്കൂർ ഇത് അതുമ്മ ഇരിക്കട്ടെ കേട്ടോ. ഈ സംഭവം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് എടുത്തിട്ട് ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്ത് ഒന്നും കൂടി എടുക്കണം. ഇത് കണ്ടില്ല കുറച്ച് കട്ടിയായിട്ടുണ്ട്, അതുകൊണ്ട് ഓക്കെ. ഇനി അതൊന്ന് അരമണിക്കൂർ ആവട്ടെ കേട്ടോ. ബൈ. സെറ്റ്. സെറ്റായി. ഷേപ്പൊന്നുമില്ല, പക്ഷെ സെറ്റായി സാധനം. ഇനി അത് എടുക്കണം. ഇത് മെൽറ്റ് ചെയ്യാൻ വെച്ചേക്കണം. അതിപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇത് കണ്ടില്ല, സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അത് ഇതായതുകൊണ്ട് നമ്മൾ മെൽറ്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ്. ഇത് മെൽട്ടാകുമ്പോഴേക്കും നമുക്ക് ഇതൊന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഇതൊന്ന് കഴുകിയെടുക്കാം. ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കണ്ടേ. ഇല്ല ഗൈസ്, ഇത് വീണിട്ടില്ല ഗൈസ്. ഇനി ഇത് എടുത്തിട്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിന് തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം ഈ കേക്കിൻ്റെ മേലേക്ക്. ആവുമെന്ന് നമുക്ക് അറിഞ്ഞൂടും. നമ്മുടെ മിൽക്കി ബാർ പോയത് കൊണ്ട് നമ്മൾ ഡയറി മിൽക്ക് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമ്മൾ കുറച്ച് സിറപ്പ് ഒഴിക്കുന്നുള്ളൂ. ഇനി അടുത്തത് നമുക്ക് ഈ സംഭവം ഇതിലേക്ക് ഒഴിച്ചിടാം. ഇതിലേക്ക് മൊത്തത്തിലൊന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫ്രീസറിൽ വയ്ക്കാം. എന്നിട്ടേ നമ്മൾ ബൂസ്റ്റ് ഇടാൻ പാടും. നമുക്ക് ഇത് ഫ്രീസറിൽ വയ്ക്കാം. ഓക്കെ, ഇപ്പം നമ്മൾ ഇത് അടച്ച് ഇനി ഫ്രീസറിൽ കൊണ്ടുവയ്ക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഡ്രീം കേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. തിന്നാക്കാം. ഇനി നമുക്കിവിടെ വെച്ച് തിന്നോക്കാട്ടെ. ഞാൻ ഇന്നലെ കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ നോക്കട്ടെ. ഡ്രീം കേക്കിൻ്റെ ടേസ്റ്റൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ട്രൈ. നമുക്ക് ടേസ്റ്റ് ഉണ്ടല്ലോ. മിൽക്കി ബാർ ഒഴിക്കാൻ തന്നെ ഇത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ മിൽക്കി ബാർ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ സ്കൂളിലോട്ട് ഇപ്പം തന്നെ വന്നോളൂ. ഓൺ ദ സ്പോട്ട് ഞാൻ ഇത് എടുത്തു. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബൈ.